ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യ കേരളത്തിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത SSLC ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ HMC മുഖേന ദിവസവേതനാടിസ്ഥാനത്തിൽ ശാലാക്യം അറ്റൻഡർ മൾട്ടിപർപ്പസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. SSLC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിലാസം, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി മെയ് 29 രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. അപേക്ഷാ ഫോറം അന്നേ ദിവസം രാവിലെ 10-നകം ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ HMC മുഖേന ദിവസവേതന അടിസ്ഥാനത്തിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നുണ്ട്. ബിരുദത്തോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിലാസം, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി മെയ് 28 രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. അപേക്ഷാ ഫോറം അന്നേ ദിവസം രാവിലെ 10-നകം ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോളേജിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, കൊമേഴ്സ്, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, ഫുഡ് പ്രൊഡക്ഷൻ, ബേക്കറി ആൻഡ് കൺഫെക്ഷണറി വിഷയങ്ങളിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. UGC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ kai.hm@gmail.com എന്ന ഇമെയിൽ ബയോഡേറ്റ അയക്കണം. അഭിമുഖം മെയ് 29 രാവിലെ 10 കോളേജിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്കും തരിയോട് പകൽവീട് കമ്മ്യൂണിറ്റി റീഹാബിലും വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. സൈക്യാട്രിസ്റ്റ്, മെഡിക്കൽ ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്റ്റാഫ് നഴ്സ് തസ്തികകളിലേക്കാണ് നിയമനം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖയുമായി ജില്ലാ ആശുപത്രിയിലെ സ്കിൽ ലാബിൽ ജൂൺ 2 രാവിലെ 10 നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. വിശദ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് എവിക്ടീസിന് സംവരണം ചെയ്ത ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദം, ബിരുദാനന്തര കമ്പ്യൂട്ടർ ഡിപ്ലോമ അല്ലെങ്കിൽ ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് കോഴ്സാണ്. പ്രായപരിധി ഏപ്രിൽ 28 പരമാവധി 25 വയസ്സാണ്. നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കും. CWRDയും സ്ഥാപിക്കുന്നതിനായി കുടിയൊഴിപ്പിക്കപ്പെട്ട അർഹരായ ഉദ്യോഗാർത്ഥികൾ റവന്യൂ അധികാരിയിൽ നിന്നുള്ള സാക്ഷ്യപത്രവും പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ജൂൺ 2-നകം ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരേണ്ടതാണ്. അടുത്തത് നാഷണൽ ആയുഷ് മിഷനിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. നാഷണൽ ആയുഷ് മിഷൻ വഴി ഭാരത ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി വിവിധ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷാ ഫോം, ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ ഇവയുടെ എല്ലാം അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ 2025 ജൂൺ 5 വൈകുന്നേരം 5 മണി വരെ തപാൽ വഴിയോ നേരിട്ടോ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. 20-ലധികം അപേക്ഷകൾ വന്നാൽ ഇൻ്റർവ്യൂ കൂടാതെ എഴുത്തു പരീക്ഷയും നടത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം തെറാപ്പിസ്റ്റ് മെയിൽ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് കേരള ഗവൺമെൻറ് അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് അല്ലെങ്കിൽ നാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുതുരുത്തിൽ നിന്നും 1 വർഷത്തിൽ കുറയാത്ത ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയാക്കിയവരെയും പരിഗണിക്കുന്നതാണ്. പ്രതിമാസ വേതനം 14,700 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി 17/5/2025 40 വയസ്സ് കവിയരുത്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. അടുത്തത് തെറാപ്പിസ്റ്റ് ഫീമെയിൽ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. യോഗ്യത കേരള ഗവൺമെൻറ് അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് അല്ലെങ്കിൽ നാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുതുരുത്തിൽ നിന്നും 1 വർഷത്തിൽ കുറയാത്ത ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയായവരെയും പരിഗണിക്കുന്നതാണ്. പ്രതിമാസ വേതനം 14,700 രൂപയാണ്. ഉയർന്ന പ്രായപരിധി 17/5/2025 40 വയസ്സ് കവിയരുത്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല.
കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വിളിക്കേണ്ട സമയം രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.